ഒന്നാമതായി അവൻ ഉദു ഉണ്ടാക്കി ഉറങ്ങണം. ഇമാം ഗസാലി പറയുന്നു, ഉദു എടുത്താണ് ഉറങ്ങിയതെങ്കിൽ അയാൾ നേരം പുലരുന്നതുവരെ നിസ്കരിച്ച ആളുടെ പ്രതിഫലമാണ്. ഇമാം ഗസാലി പറയുന്നു, യുക്തബു മുസല്ലിയൻ ഹത്താ യസ്തയ്ഖിള, ഉണരുന്നതുവരെ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർത്ഥത്തിൽ അള്ളാഹു അയാൾക്ക് ആ കൂലി എഴുതും. മാത്രമല്ല വയദ്ഖുലു ഫീ ശിആരിഹി, അയാളുടെ പുതപ്പിനകത്ത് വന്നിട്ട് കടക്കും മലക്കുൻ. ഇമാം ഗസാലി പറയുന്നു, നമ്മൾ ഉദു എടുത്താ ഉറങ്ങിയതെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ദിക്റുകളൊക്കെ ചെല്ലണം. ആ ദിക്റൊക്കെ ചെല്ലിയാണ് ഉറങ്ങിയതെങ്കിൽ നമ്മുടെ പുതപ്പിൽ നമ്മളെ കൂടെ വന്നൊരു മലക്കും കിടക്കുന്നു. യദ്ഖുലു ഫീ ശിആരിഹി മലക്കുൻ. എന്നിട്ടോ ഫഇൻ തഹറക ഫീ നൗമിഹി, ഉറക്കത്തിൽ ചിലപ്പോഴൊക്കെ ഒരേ ഭാഗത്ത് തന്നെ നമ്മൾ കിടക്കൂല. കുറച്ച് കഴിയുമ്പം ബോറടിക്കും, നമ്മൾ അറിയാതെ ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമല്ലോ. ഉറക്കത്തിലൊന്ന് തിരിയുമ്പോഴും മറിയുമ്പോഴും അള്ളാഹുവിന് ചൊല്ലേണ്ട ചില പ്രത്യേക ദിക്റുകളുണ്ട്, ഉണർത്താം. ആ ദിക്ർ അവൻ അപ്പോൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അതാ മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പഠിച്ചോനെ രാത്രിയിൽ അന്തം വിട്ടുറങ്ങുമ്പോഴും അവിടെ നിന്ന് തിരിഞ്ഞു മറിയുമ്പോ മുത്തുനബി പതിവാക്കിയ ദിക്റ് ചൊല്ലിയ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ദഅ ലഹു വസ്തഗ്ഫറ ലഹു, അള്ളാഹുവിനോട് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലി പ്രാർത്ഥിക്കും ഈ മലക്ക്. ഇതാ ഹദീസിൽ വളരെ വ്യക്തമായി വന്നു, ഇദാ നാമ അലാ തഹാറത്തിൻ റുഫിഅ റൂഹുഹു ഇലൽ അർശ്, ഉദു എടുത്തുറങ്ങിയവന്റെ ആത്മാവ് അർശിലേക്ക് പൊങ്ങിപ്പോകും. ആ ആത്മാവിനെ ഉറങ്ങുന്ന സമയത്ത് ഭാഗികമായി അല്ലാഹു പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഉറക്കത്തില് അതാ വിശാലമായ ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയാൻ, എത്ര ദൂരത്തും പോയി തിരിച്ചു വരാൻ നമ്മുടെ ആത്മാവിന് സാധിക്കുന്നു. സ്വപ്നലോകം വല്ലാത്തൊരു ലോകമാണ്. ശാസ്ത്രജ്ഞന്മാർ പറയാൻ പ്രയാസപ്പെടുന്ന ലോകമാണ്. എന്താണ് സ്വപ്നലോകത്തിന്റെ ആഴവും പരപ്പും എന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേ സ്വപ്നം ഒരു വലിയ അത്ഭുതമാണ്. ഉറക്കത്തിൽ നമ്മുടെ ആത്മാവ് അർശിലേക്ക് ഉയർന്നു പോകുന്നു. ഇതൊക്കെ സാധാരണ ഒരു മുസ്ലിം, സാധാരണ ഒരു വിശ്വാസി ചെല്ലിയാൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുമെങ്കിൽ ഹാദാ ഫിൽ അവാമി ഫകൈഫ ബിൽ ഖവാസി വൽ ഉലമാഇ വഅർബാബിൽ ഖുലൂബി സാഫിയ. ഇമാം ഗസാലി ചോദിക്കുകയാണ്, മക്കളെ അപ്പോൾ അംബിയാക്കൾ ഉദു എടുത്ത് കിടന്നാലോ ഔലിയാക്കൾ ഉദു എടുത്ത് കിടന്നാലോ ഞമ്മക്കൊക്കെ തന്നെ അങ്ങനെ കിട്ടുമെങ്കിൽ അവർ ഉദു എടുത്ത് കിടന്ന് ശുദ്ധ മനസ്സിന്റെ ഉടമകൾ, അവര് അള്ളാഹുവിലേക്ക് ഉദു എടുത്ത് അള്ളാഹുവിലേക്ക് ദിക്റും ചൊല്ലി അവരുടെ ശരീരം ഭൂമിയിൽ വെച്ചാൽ അവരുടെ ആത്മാക്കൾ ഏത് പരിധിവരെ പോകുന്നു പറയാൻ പറ്റുമോ? അവിടെ മലക്കൂത്തു സമാവാത്തു വൽ അർള് അവർ കണ്ടെങ്കിൽ അത്ഭുതപ്പെടരുത്. അവർക്ക് കിട്ടുന്നത് സ്വപ്നങ്ങളിൽ സത്യം തന്നെയാണെല്ലാം എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടരുത്. മൂമിനായ മനുഷ്യൻ ഉദു എടുത്ത് കിടന്നാൽ തന്നെ ഉറക്കത്തിൽ അവന് കാണുന്ന സ്വപ്നങ്ങൾ സത്യമായ സ്വപ്നങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നബിതങ്ങൾ പറഞ്ഞത്, നൗമുൽ ആലിമി ഇബാദ, തിരിച്ചറിവ് നേടിയവന്റെ നോമ്പും ഉറക്കവും അവന് ഇബാദത്ത് തന്നെയാണ്. ഉറക്കം ഇബാദത്താക്കാൻ കഴിയുമെന്ന് പഠിച്ചവൻ അവൻ ഉറങ്ങിയാൽ അതും ഇബാദത്താണ്. നൗമുൽ ആലിമി ഇബാദ, ബോധമുള്ളവന്റെ ഉറക്കും ഇബാദത്താണ്. വനഫസുഹു തസ്ബീഹ്, അവന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ അത് തസ്ബീഹാകുന്നു. അതാ ഞാൻ പറഞ്ഞത്, കൂർക്കം വലിക്കുമ്പോഴേ ഇങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് തള്ളുമ്പോ അതിനൊക്കെ തസ്ബീഹിന്റെ കൂലിങ്ങനെ എഴുതുകയാണ്. വനഫസുഹു തസ്ബീഹ്. ഇതിനൊക്കെ വേണ്ടതെന്താ? ഒന്ന് ഉണ്ടാക്കി കിടക്കണം.